സ്നേക്സ് ഓൺ ബിഗ് ബോസ്, അതായത് നമ്മുടെ സ്നേക്സ് ഓൺ പ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് മൂവിയുണ്ട്. അതിനകത്ത് നമ്മുടെ വില്ലൻ കുറേ പാമ്പുകളെ ഒരു പ്ലെയിൻ്റെ അകത്ത് കയറ്റി വിടുന്നതാണ് ഒരു കഥ. അതേപോലെ തന്നെ നമ്മുടെ സ്നേക്സ് ഓൺ ബിഗ് ബോസ്, അതായത് ബിഗ് ബോസ് കുറേ റീ എൻട്രീസ് കൊടുക്കുന്നുണ്ട്. അത് കുറേ വിഷപ്പാമ്പുകളെ റീ എൻട്രി ആയിട്ട് ഹൗസിൽ കയറ്റുന്നുണ്ട്. അതായത് ഈ പാമ്പുകളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൗസ് മേറ്റ്സിനെ അങ്ങ് കൊത്തുക, അതാണ് മെയിൻ ഉദ്ദേശം. അതായത് വെറുതെ ഇരിക്കുന്നവരെ എല്ലായിടത്തും പോയിട്ട് കൊത്തുന്നുണ്ട്. അതായത് അനുമോളെ മാത്രമല്ല അനീഷിന് കിട്ടുന്നുണ്ട്, നെവിന് കിട്ടുന്നുണ്ട്, നൂറയ്ക്കും ആദിലയ്ക്കും കിട്ടുന്നുണ്ട്. അതായത് ഇവർ ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ഈ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ പണ്ടേ കൊണ്ട് സർവൈവ് ചെയ്തേനെ. അതായത് ഔട്ടായി കഴിഞ്ഞിട്ട് എന്തിനാണോ ഈ കാട്ടായങ്ങളൊക്കെ കാണിക്കുന്നത്? പ്രത്യേകിച്ച് രഞ്ജിത്ത് പുള്ളിക്കാരനങ്ങ് വലിയ നെഗറ്റീവിലാണ്ട് പോയത്. ഇനി ഇവരെല്ലാം പോകുന്ന സമയത്തായിരിക്കും ഒടുക്കത്തെ നെഗറ്റീവായി പോകുന്നത്. അതായത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സാബുമാനും ജിസയിലൊക്കെ ഒരു 916 കണ്ടസ്റ്റൻസ് തന്നെ ആയിരിക്കും, അത് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ. അതായത് ഇതൊക്കെ എന്തൊരു വിഷമാണ്. അതായത് തിരിച്ചു വന്ന് നെവിനായിട്ട് രഞ്ജിത്തും മറ്റേ കിച്ചണിൽ വെറുതെ വഴക്കുണ്ടാക്കുന്നു. അതായത് നെവിൻ വ്യക്തമായി പറയുന്നത് നിങ്ങൾ ഗസ്റ്റുകളാണ്, അല്ലാണ്ട് കണ്ടസ്റ്റൻസ് അല്ല. അതായത് ഗസ്റ്റുകളാണ്, കണ്ടസ്റ്റൻസ് അല്ല. അതായത് ഇവർ ശരിക്കും പറഞ്ഞാൽ കണ്ടസ്റ്റൻസ് എന്ന രീതിയിലാണ് കളിക്കുന്നത്. അതായത് ഇവർ വന്നത് തന്നെ എന്താ സംഭവം എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല, ഇവരുടെ റോൾ എന്താണെന്ന് മനസ്സിലായിട്ട്. അതായത് ഇവർ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നടന്ന കാര്യങ്ങൾ പുറത്ത് കണ്ടിട്ട്, അതായത് ഇവർ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇവർ ഓരോരുത്തരും നടക്കുന്നത്. അത് ശാരികയും ഷാരികയാണെങ്കിലും രണ്ടുപേരും പറഞ്ഞത്, അതായത് ഞാൻ പുറത്ത് വന്നിച്ച് നീ ഇങ്ങനെ പറഞ്ഞില്ലേ, അത് അങ്ങനെയല്ല ശരി, ഇങ്ങനെയാണ് ശരി എന്ന് പറഞ്ഞ ഒരാൾ. ബിൻസി ഞാൻ അപ്പാനയുടെ കേസ് കൊണ്ടുവരുന്നുണ്ട്, അതായത് അത് പറഞ്ഞ തെറ്റാണ്. അതൊക്കെ അത് ഓൾറെഡി പുറത്ത് നടന്ന കാര്യം. ഇവർ കണ്ടിട്ട് അത് പിന്നെ ഇതിൽ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഇവർ ഔട്ടായി പോയി, അത് പുറത്ത് നടന്ന കാര്യം ഇവർ കണ്ടിട്ട് വീണ്ടും വന്ന് ഇവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് രണ്ടാമത് കയറി വന്ന പോലെയുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.